ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും പുരാതനവുമായ ക്ഷേത്രമാണ് പള്ളിയാർപ്പട്ടി കർപ്പക വിനായക ക്ഷേത്രം. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് അതിപുരാതനമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ഗുഹാക്ഷേത്രമെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ പാറ തുറന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തമിഴകത്തിന്റെ പ്രതീകമായ തഞ്ചാവൂർ ക്ഷേത്രം പണികഴിപ്പിച്ച രാജരാജ ചോളനും പാണ്ഡ്യരാജാവും ദക്ഷിണേന്ത്യൻ പൈതൃകത്തിന് നൽകിയ സംഭാവനകളുടെ സാക്ഷ്യമാണ് കർപ്പക വിനായകർ ക്ഷേത്രം. ആറടി ഉയരവും 5 അടിയോളം വീതിയുമുള്ള മൂർത്തിയാണ്. 4 കൈകൾ ഉള്ളതിൽ ഇടതുഭാഗത്തെ ഒരു കൈ ഉദരഭാഗത്ത് വിശ്രമിക്കുന്ന വിധത്തിലാണ്. വലത് കരങ്ങളിൽ ഒന്നിൽ ശിവലിംഗമുണ്ട്. എല്ലാ മാസവും ചതുർത്ഥി നാളിൽ മൂഷിക വാഹനത്തിൽ ഗണേശ ഭഗവാനെ ക്ഷേത്രത്തിന് ചുറ്റും എഴുന്നള്ളിക്കും. സമാനതകളില്ലാതെ വിനായകൻ കൽപ്പക വൃക്ഷത്തിന് തുല്യമായി അനുഗ്രഹം വർഷിക്കുന്നതിനാലാണ് കൽപ്പക വിനായകൻ എന്നറിയപ്പെടുന്നത്. വടക്കു ഭാഗത്തേക്ക് അഭിമുഖമായാണ് വിനായക പ്രതിഷ്ഠ. നിത്യവും 4 അഭിഷേകമുണ്ട്. രാവിലെ 6 മുതൽ 6:30 വരെ തിരുവണ്ടാൾ അഭിഷേകം, രാവിലെ 8:30 മുതൽ 9:30 വരെ കലാശാന്തി അഭിഷേകം, 11:30 മുതൽ 12 മണി വരെ ഉച്ചൈക്കാല അഭിഷേകം, വൈകുന്നേരം 5:30 മുതൽ 6:30 വരെ മാലേശാന്തി പൂജ, രാത്രി 8 മുതൽ 8:30 വരെ ഇരവരി ശാന്തി അഥവാ അർദ്ധമായ പൂജയും നടത്തുന്നു. കർഷക വിനായകനെ ആരാധിച്ചാൽ സർവ്വ പാപവും നീങ്ങുമെന്നാണ് വിശ്വാസം. വിവാഹം, സന്താനലബ്ധി, വിദ്യാവിജയം എന്നിവയ്ക്ക് നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത്. വിവാഹ തടസ്സം മാറാനായി ഇവിടെ എത്തി കാർത്യായനി ദേവിയെ ഭജിക്കുന്നത് ഉചിതമാണ്. 10 ദിവസമാണ് ഇവിടുത്തെ വിനായക ചതുർത്ഥി ആഘോഷം. 9-ാം ദിവസമാണ് രഥോത്സവം. അന്നേ ദിവസം ഭഗവാനെ ചന്ദനക്കാപ്പ് അണിയിക്കും. ഉത്സവ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ വാഹനത്തിലാണ് എഴുന്നള്ളിപ്പ്. 18 ചുവട് അടി 6 അടി ചെറുപയർ, 2 ചുവട് എള്ള്, 50 ചുവട് തേങ്ങ, 1 ചുവട് നെയ്യ്, 40 കിലോ ശർക്കര ഇവയെല്ലാം യോജിപ്പിച്ച് തുണിയിൽ കെട്ടി തുടർച്ചയായി 2 ദിവസം തിളപ്പിക്കും. ഈ പായസം കാവടി പോലെ കൊണ്ടുപോകുന്നു. ഇത് ഗണേശ ചതുർത്ഥി ദിനത്തിൽ ഉച്ചയ്ക്കാല പൂജയുടെ സമയത്ത് നിവേദിക്കുന്നു. രഥോത്സവത്തിന് പിന്നിലും ഐതിഹ്യമുണ്ട്. രാജരാജ ചോളൻ തഞ്ചാവൂർ പെരുവുടയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കായി പുതുക്കോട്ട ജില്ലയിലെ ചിത്തന്നവാസലിലുള്ള ശില്പശാലയിൽ നന്ദിയുടെയും ഗണപതിയുടെയും വിഗ്രഹം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് രഥത്തിൽ അകമ്പടിയോടെ ആനപ്പുറത്തെത്തി വിഗ്രഹങ്ങൾ എത്തിക്കുന്നതിനിടെ രഥം പൊട്ടിവീണു. വിഗ്രഹത്തിന് കേടുപാട് സംഭവിച്ചു. തഞ്ചാവൂർ വലിയ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഗണേശ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ രാജരാജ ചോളൻ വിഗ്രഹം വീണയിടത്തൊരു ക്ഷേത്രം പണിതു. അതാണ് പള്ളിയാർപ്പട്ടി കർപ്പക വിനായകർ ക്ഷേത്രം. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെയാണ് ദർശനം സമയം. നവംബർ മുതൽ ജനുവരി 20 വരെ തൈപ്പൂയം ഉത്സവകാലത്തും രാവിലെ 6-ന് നട തുറന്നാൽ രാത്രി 8:30 വരെ അടയ്ക്കുകയില്ല. മധുര, മേലൂർ, തിരുപ്പത്തൂർ വഴി പള്ളിയാർപ്പെട്ടിയിലെത്താം. കാരക്കുടി, ശിവഗംഗ എന്നിവിടങ്ങളാണ് ക്ഷേത്രത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ.